ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവര് വന്നിരിക്കുന്നത് നരേന്ദ്രന് വേണ്ടി ഹരിതയെ പെണ്ണ് കാണാനാണ്. അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ മാനിച്ച് രാജാവ് എത്രയോ ഏക്കർ ഭൂമി അദ്ദേഹത്തിന്റെ പേരിൽ കരമഴുവായി പതിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മുത്തച്ഛൻ അറിയപ്പെട്ടിരുന്നത് തന്നെ കണക്കപ്പിള്ള എന്നായിരുന്നു. എന്താടാ നോക്കുന്നത്? ഇത്രയും ഉയർന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണോ ചേച്ചിയുടെ അതിഥികളായിട്ട് വന്നിരിക്കുന്നത്? എങ്ങോട്ടാ? അകത്തേക്ക്. ഇപ്പൊ അകത്തേക്ക് ആരെയും വിടാൻ പറ്റില്ല. അവിടെ ഒരു ചർച്ച നടക്കുക. ഇതെന്റെ ഭാര്യ വീടാ. ഭാര്യ വീടാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും ഇപ്പൊ അകത്തേക്ക് ആരെയും കയറ്റി വിടാൻ പറ്റില്ല. തടികേടാവാതെ മോനിപ്പോ പോവാൻ നോക്ക്. ഞാൻ എങ്ങോട്ട് പോണം എങ്ങോട്ട് വരണം എന്നൊക്കെ തീരുമാനിക്കുന്ന നീയൊന്നും അല്ല. മാറാ. മാറിയില്ലെങ്കിൽ എങ്കിൽ നിങ്ങളെ തല്ലി മാറ്റിട്ട് എനിക്ക് പോകേണ്ടി വരും. നമ്മളെ തല്ലോന്ന് എങ്കിൽ അതൊന്ന് കാണണമല്ലോ. നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലട ചേട്ടാ. മതി 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 മതിടാ. ഇനിയും തല്ലിയവൻ ചത്തുവോ? ഉലുവ വെണ്ണ പോലുള്ള ശരീരത്തിന് ചോര പൊടിഞ്ഞല്ലോ. സ്വന്തം സ്റ്റാറ്റസ് അനുസരിച്ചിട്ടുള്ളവരോട് മാത്രമേ ആനന്ദവല്ലി ബന്ധം സ്ഥാപിക്കാറുള്ളൂ. നിനക്കും നിന്റെ മക്കൾക്കും ഇല്ലാതെ പോയതും ആ സ്റ്റാറ്റസാ. അല്ല, നമ്മളിങ്ങനെ കുടുംബത്തിന്റെ പൂർവ്വചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? പയ്യനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ ആനന്ദവല്യമ്മേ? ഞാനതങ്ങ് മറന്നുപോയി. കരുണാകര, ചേച്ചി, ഇവൻ നരേന്ദ്രൻ ഭാനുമതിയുടെ ഒരേ ഒരു മകൻ. ജയപാലിന്റെ അനന്തരവൻ. ഇംഗ്ലണ്ടിലെ ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആണ്. നല്ല ശമ്പളത്തിലാ ജോലി ചെയ്യുന്നേ. ഇപ്പോഴത്തെ വലിയ വലിയ കമ്പനികളിലൊക്കെ ഇവിടുത്തെ പോലെ മാസശമ്പളമൊന്നും അല്ലല്ലോ, വർഷത്തിലാണ് ശമ്പളം കണക്കാക്കുന്നത്. ഏകദേശം 1.5 കോടി രൂപയാണ് ഇവന്റെ ശമ്പളം. ബാക്കിയൊക്കെ അതെ ഇവൻ തന്നെ പറയും. 6 മാസം കൂടുമ്പോൾ 1 മാസത്തെ ലീവുണ്ട്. എയർ ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ചെയ്യുന്നേ. അത് കൊള്ളാം. ഇത്രയൊക്കെ ഓഫർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് കിട്ടേണ്ട ബൗദ്ധിക വിഭവങ്ങളൊക്കെ കടല് കടന്നു പോവുക അല്ലേ? പിന്നെ ചേച്ചി, ഇപ്പോഴും ഇവര് വന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല. എനിക്കും അതിതുവരെ ആനന്ദവല്ലിയമ്മ പറഞ്ഞില്ലേ? ഇല്ല. ഇവനാള് കോടീശ്വരനാ, പാർട്ടിയുടെ സമുന്നത നേതാവ്.
ഒക്കെ ശരിയാണ്. എന്നാലും ഇവന്റെ അശ്രദ്ധയും ഉത്തരവാദിത്വം ഇല്ലായ്മയും കൊണ്ട് ഈ കുടുംബത്തിലെ താളം ആകെ തെറ്റിയിരിക്കുക. അതൊന്ന് നേരെയാക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവരോട് തുറന്ന് സംസാരിച്ചിട്ടില്ല. അയ്യോ ആനന്ദവല്യമ്മേ, എനിക്ക് ലീവില്ല. ആ, ഉടനെ ഓഫീസിൽ പോണോന്ന് വിളി വന്നിരിക്കുക. പോകാലോ, സമാധാനപ്പെട്. കുടുംബകാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി നാട്ടുകാര്യം. സോറി അപ്പച്ചി, ഞാൻ അല്പം വൈകി പോയി. അനുസരണക്കേട് ആനന്ദവല്ലിയോട് വേണ്ട, മേലിത് ആവർത്തിക്കരുത്. ആ, ഇവളാണ് ഹരിത. കരുണാകരക്കുറുപ്പിന്റെ ഒരേ ഒരു മകൾ, എന്റെ മരുമകളെ. ഇനി ഇവരെ ക്ഷണിച്ചു വരുത്തേണ്ട കാര്യം പറയാം. ഇവര് വന്നിരിക്കുന്നത് നരേന്ദ്രന് വേണ്ടി ഹരിതയെ പെണ്ണ് കാണാനാണ്. പെണ്ണ് കാണാനോ? അപ്പച്ചി, ചേച്ചി, ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് ദേ നിങ്ങൾ ആരും ഒന്നും പറയണ്ട. ഞാൻ പറയും, അത് കേട്ടിരുന്നാ മതി. ഭാനുമതി, നിന്റെ കൂട്ടുകാരിയല്ലേ ഞാൻ. ആ നിലയ്ക്ക് പെൺകുട്ടിയെ കുറിച്ച് ഒന്നും ഒളിച്ചു വെച്ച് വിശ്വാസവഞ്ചന കാണിക്കുന്നില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒപ്പം പഠിച്ച ഒരു തെമ്മാടി പയ്യനുമായിട്ട് ഇവള് ഇഷ്ടത്തിലായി. മാനത്തെ കൊട്ടാരം